കുട്ടികളെ, നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന വിദേശികൾ ആരാണെന്ന് പറയാമോ? ബ്രിട്ടീഷുകാർ. മിടുക്കി. എങ്ങനെയാണ് അവർ നമ്മുടെ അധികാരികളായി മാറിയത് നിങ്ങൾക്കറിയാമോ? ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങൾ വാങ്ങുന്നതിനും അവരുടെ മതം പ്രചരിപ്പിക്കുന്നതിനുമാണ് വിദേശികൾ കപ്പലുകളിൽ ഇന്ത്യയിലെത്തിയത്. കച്ചവട കേന്ദ്രങ്ങളും ഫാക്ടറികളും സ്ഥാപിക്കാൻ അവരെ സഹായിച്ചു. അങ്ങനെ അവർ വെറും വ്യാപാരികളിൽ നിന്ന് ഇന്ത്യയിൽ പേരുറപ്പിച്ച ശക്തികളായി മാറി. ഇന്ത്യയിലെ രാജാക്കന്മാർക്ക് വിവിധ ഇന്ത്യൻ രാജാക്കന്മാർ തമ്മിൽ നിരന്തരമായ യുദ്ധങ്ങളും വഴക്കുകളും ഉണ്ടായിരുന്നു. ഇത് മുതലെടുത്ത് ബ്രിട്ടീഷുകാർ ഒരു രാജാവിനെ പിന്തുണച്ച് മറ്റൊരാൾക്കെതിരെ യുദ്ധം നടത്തി. അങ്ങനെ ബ്രിട്ടീഷുകാർ അവരുടെ അധികാരം ശക്തിപ്പെടുത്തി. അവർ കൂടുതൽ കാലം ഇന്ത്യയിൽ തങ്ങുകയും ഇന്ത്യക്കാർ ഒരുമിച്ച് നിൽക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യൻ സൈന്യത്തെക്കാൾ മികച്ച ആയുധങ്ങൾ ഉണ്ടായിരുന്നു. പീരങ്കികളും തോക്കുകളും ഉപയോഗിച്ചും മികച്ച യുദ്ധതന്ത്രത്തിലൂടെയും നാട്ടുകാരെ അവർ വരുതിയിലാക്കി. ബ്രിട്ടീഷുകാർ പീരങ്കികളും തോക്കുകളും പോലുള്ള അത്യാധുനിക ആയുധങ്ങളും മികച്ച യുദ്ധതന്ത്രങ്ങൾ ഉപയോഗിച്ച് യുദ്ധങ്ങളിൽ വിജയിക്കുകയും അവർ നാട്ടുരാജാക്കന്മാരെ നിയന്ത്രിക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ എല്ലാ മേഖലകളിലും നിയന്ത്രണം സ്ഥാപിച്ചു. നമ്മുടെ കൃഷി, വ്യാപാരം, എന്തിന് രാജാക്കന്മാർ പോലും അവരുടെ നിയന്ത്രണത്തിലായി. ബ്രിട്ടീഷുകാർ നാട്ടുരാജ്യങ്ങളെ ഒന്നൊന്നായി യുദ്ധങ്ങളിലൂടെയും ഉടമ്പടികളിലൂടെയും പിടിച്ചെടുത്തു. 150 വർഷത്തോളം അവർ ഇന്ത്യ ഭരിച്ചു. ഈ കാലഘട്ടത്തെ ബ്രിട്ടീഷ് രാജ് എന്ന് പറയുന്നു. നീണ്ട പോരാട്ടത്തിനൊടുവിലാണ് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വാതന്ത്ര്യം ലഭിച്ചത്. നിരവധി വർഷങ്ങൾ നീണ്ടുനിന്ന ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ ഇന്ത്യക്ക് ഒരുപാട് കാലം